മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന എല്ലാ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും, എല്ലാ സംഘർഷങ്ങൾക്കും, എല്ലാ അരക്ഷിതാവസ്ഥകൾക്കും, എല്ലാ കൊലപാതകങ്ങൾക്കും പിന്നിൽ ഇറാനാണെന്ന് പ്രസ്താവിച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്ലാമിക വിപ്ലവം ലോകമെമ്പാടും വ്യാപിപ്പിക്കുമെന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിച്ചപ്പോൾ ആയത്തുള്ള ഖൊമേനി എടുത്ത പ്രതിജ്ഞയെപ്പറ്റി ഓർമ്മിപ്പിച്ച നെതന്യാഹു, തീവ്ര ഇസ്ലാമിനെ ലോകത്തിന്മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഇറാന്റെ പദ്ധതികൾക്ക് ആത്യന്തികമായി ഏത് രാജ്യമാണ് തടസ്സം നിൽക്കുന്നത് എന്ന ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്കയാണ് അത്. അതുകൊണ്ടാണ് ഇറാൻ ഏറ്റവും വലിയ ശത്രുവായി അമേരിക്കയെ കാണുന്നത്. കഴിഞ്ഞ മാസം ഇറാന്റെ പ്രോക്സി ഹിസ്ബുള്ളയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞതുപോലെ, ഇത് ഇസ്രായേലുമായുള്ള യുദ്ധമല്ല, ഇസ്രായേൽ ഒരു ഉപകരണം മാത്രമാണ്. യഥാർത്ഥ യുദ്ധം അമേരിക്കയുമായാണ് എന്നും നെതന്യാഹു പറഞ്ഞു. ഇറാൻ അധികാരത്തിൽ വന്ന നിമിഷം മുതൽ അമേരിക്കയ്ക്കെതിരെ പോരാടുകയാണ്. 1979 ഇറാൻ അമേരിക്കൻ എംബസി ആക്രമിച്ചു. 444 ദിവസത്തോളം അമേരിക്കക്കാരെ ബന്ദികളാക്കി. ഇറാന്റെ തീവ്രവാദ പ്രോക്സികളും അമേരിക്കയെ ലക്ഷ്യമിടുന്നു. ബെയ്റൂട്ടിൽ അവർ 241 US സേവകരെ കൊലപ്പെടുത്തി. ആഫ്രിക്കയിൽ അവർ അമേരിക്കൻ എംബസികളിൽ ബോംബിട്ടു. ഇറാഖിൽ ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരെ അംഗഭംഗപ്പെടുത്താനും കൊല്ലാനും അവർ സ്ഫോടക വസ്തുക്കൾ വിതരണം ചെയ്തു. അമേരിക്കയിൽ ഒരു മുൻ സ്റ്റേറ്റ് സെക്രട്ടറിയെയും മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെയും കൊലപ്പെടുത്താൻ അവർ ഡെത്ത് സ്ക്വാഡുകളെ അയച്ചു. അടുത്തിടെ വെളിപ്പെട്ടതുപോലെ അവർ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ വധിക്കുമെന്ന് പോലും ഭീഷണികൾ ഉയർത്തി. എന്നാൽ അമേരിക്കയെ വെല്ലുവിളിക്കാൻ ആദ്യം മിഡിൽ ഈസ്റ്റ് കീഴടക്കണമെന്ന് ഇറാൻ മനസ്സിലാക്കുന്നു. ഇതിനായി ഹൂതികൾ, ഹിസ്ബുള്ള, ഹമാസ് എന്നിവയുൾപ്പെടെ നിരവധി പ്രോക്സികളെ അവർ ഉപയോഗിക്കുന്നു. എന്നിട്ടും മിഡിൽ ഈസ്റ്റിന്റെ ഹൃദയഭാഗത്ത് ഇറാന്റെ വഴിയിൽ തടസ്സമായി അഭിമാനത്തോടെ ഒരു അമേരിക്കൻ അനുകൂല ജനാധിപത്യ രാജ്യമായി തന്റെ രാജ്യമായ ഇസ്രായേൽ നിലകൊള്ളുന്നുവെന്നും നെതന്യാഹു പറഞ്ഞു. അതുകൊണ്ട് ഡെത്ത് ടു അമേരിക്ക മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നതിനു മുൻപ് ഡെത്ത് ടു ഇസ്രായേൽ എന്നവർ വിളിക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് ഇസ്രായേൽ, അടുത്തത് അമേരിക്ക. അതിനാൽ ഹമാസുമായി യുദ്ധം ചെയ്യുമ്പോൾ ഇസ്രായേൽ ഇറാനുമായി യുദ്ധം ചെയ്യുന്നു. ഹിസ്ബുള്ളയുമായി യുദ്ധം ചെയ്യുമ്പോഴും ഇറാനുമായി യുദ്ധം ചെയ്യുന്നു. ഹൂതികളോട് പോരാടുമ്പോഴും ഇറാനുമായി ഇസ്രായേൽ പോരാടുകയാണ്. ഇസ്രായേൽ ഇറാനുമായി യുദ്ധം ചെയ്യുമ്പോൾ അമേരിക്കയുടെ ഏറ്റവും കിരാതമായ ശത്രുവിനോട് പോരാടുകയാണ്. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ നിന്ന് തടയാൻ ഇസ്രായേൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാ അമേരിക്കൻ നഗരങ്ങളെയും ഭീഷണിപ്പെടുത്തുന്ന ആയുധങ്ങളെയാണ് ഇസ്രായേൽ ചെറുക്കുന്നത്. ഇസ്രായേൽ സ്വയം സംരക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അമേരിക്കയും സംരക്ഷിക്കുന്നു. ഹമാസിനെ ഇസ്രായേൽ പരാജയപ്പെടുത്തുന്നത് ഇറാന്റെ ഭീകരതയുടെ അച്ചുതണ്ടിന് ശക്തമായ പ്രഹരമാകും. ആ അച്ചുതണ്ടിന്റെ മറ്റൊരു ഭാഗമായ ഹിസ്ബുള്ള ഹമാസ് ആക്രമണത്തിന്റെ ഒരു ദിവസം കഴിഞ്ഞ് ഒക്ടോബർ 8 ഇസ്രായേലിനെ ആക്രമിക്കുകയുണ്ടായി. ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചു. വടക്കൻ ഇസ്രായേലിലെ പൗരന്മാരിൽ 80,000 പേർ തങ്ങളുടെ വീടുകൾ ഒഴിഞ്ഞുപോയി. ഫലത്തിൽ സ്വന്തം മണ്ണിൽ അവർ അഭയാർത്ഥികളായി. അവരെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. നയതന്ത്രപരമായി ഇത് നേടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വടക്കൻ അതിർത്തിയിൽ സുരക്ഷ പുനഃസ്ഥാപിക്കാനും ജനങ്ങളെ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരാനും ഇസ്രായേൽ ചെയ്യേണ്ടതെല്ലാം ചെയ്യും. കഴിഞ്ഞ വെള്ളിയാഴ്ച മൂന്നാമത്തെ ഇറാനിയൻ പ്രോക്സി ഹൂതികൾ മാരകമായ ഡ്രോൺ ഉപയോഗിച്ച് ടെൽ അവീവിനെ ആക്രമിച്ചു. അമേരിക്കൻ കോൺസുലേറ്റിൽ നിന്ന് 100 അടി അകലെയാണ് ഇത് പൊട്ടിത്തെറിച്ചത്. ശനിയാഴ്ച ആ ആക്രമണത്തോട് പെട്ടെന്നുള്ള പ്രത്യാക്രമണത്തിന് ഞാൻ അംഗീകാരം നൽകി. നമ്മുടെ എല്ലാ ശത്രുക്കളും ഇതറിഞ്ഞിരിക്കണം. ഇസ്രായേലിനെ ആക്രമിക്കുന്നവർ വലിയ വില നൽകേണ്ടിവരും. നമ്മുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിന് ധൈര്യവും വ്യക്തതയും ആവശ്യമാണ്. നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസം അറിയുന്നതിലൂടെയാണ് വ്യക്തത ആരംഭിക്കുന്നത്. എന്നിട്ടും അവിശ്വസനീയമാംവിധം നിരവധി ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധക്കാർ തിന്മയ്ക്കൊപ്പം നിൽക്കാൻ തെരഞ്ഞെടുക്കുന്നു. അവർ ഹമാസിനൊപ്പം നിൽക്കുന്നു. അവർ ബലാത്സംഗക്കാർക്കും കൊലപാതകികൾക്കും ഒപ്പം നിൽക്കുന്നു. ഭീകരരെ ലക്ഷ്യം വെക്കുന്നവരും സാധാരണക്കാരെ ലക്ഷ്യം വെക്കുന്നവരും തമ്മിൽ വേർതിരിവ് കാണിക്കാൻ അവർ വിസമ്മതിക്കുന്നു. അമേരിക്കയിലെ ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധങ്ങൾക്ക് ഇറാൻ ധനസഹായം നൽകുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതായി US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഇസ്രായേലിന്റെ ശത്രുക്കൾ അമേരിക്കയുടെ ശത്രുക്കളാണ്. ഇസ്രായേലിന്റെ പോരാട്ടം നിങ്ങളുടെയും പോരാട്ടമാണ്. ഇസ്രായേലിന്റെ വിജയം നിങ്ങളുടെയും വിജയമായിരിക്കുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. US കോൺഗ്രസിന്റെ സംയുക്ത യോഗത്തെ അഭിസംബോധന ചെയ്യവെയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പരാമർശം.